ഇന്ന് എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ഒരു തെറ്റാണ് ഈ മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടി പൂജ ചെയ്യാൻ നടക്കേണ്ടത്. ഇത് ഫലിക്കില്ല. വരാഹത്തിൻ്റെ തല ഉണ്ടാക്കി ചെവിരിൽ കടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഇളവി നേരെ വന്ന് നെഞ്ചിക്കൊണ്ട് മരണപ്പെട്ടു. കുഞ്ഞ് മരിച്ചതിനേക്കാൾ വേദന ഇത് പറഞ്ഞ ഇത്രയും അറിവുള്ള ഒരു ജ്യോതിഷിയെ കൊണ്ട് കാരാഗ്രഹത്തിലിട്ടതാണ് മഹാഭാവമായിട്ട് കണ്ട് രാജാവ് കൊണ്ടുവന്ന് മാപ്പ് അപേക്ഷിച്ചിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന് അന്ന് ഇട്ട് വരണം വരാഹമികരൻ എന്ന പേരും കൊടുത്ത് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ദശാധ്യായി. എന്നെ കൺസിഡർ ചെയ്യാൻ 60% ക്രിസ്ത്യൻസും മുസ്ലിംസുമാണ്, 40% ഹിന്ദുക്കളുള്ളൂ. എന്തിനങ്ങനെ അത്രയും കൂടുതൽ ആൾ എൻ്റെ വേണമെന്ന് വെച്ചാൽ ഈ മറ്റവരൊക്കെല്ലാം ജാതകം എന്തെങ്കിലും വേണം, എനിക്കൊന്നും വേണ്ട, 2 കൈയും കൊണ്ടുവന്നാൽ മതി. അമ്മ ഇത് കേട്ട മാത്രമേ എൻ്റെ പിള്ളേരെ കല്യാണം ഇനി ഒരുപാട് ഡിലേ ആവാതിരിക്കാൻ വേണ്ടി ബാക്കിയുള്ള 17 ദിവസവും അമ്മ ഒരു ഓട്ടോ വിളിച്ച് ക്ഷേത്രത്തിൽ പോയി ഭഗവാന് കൂവളമാലയും സ്വയംവര അർച്ചനയും നടത്തി നിർമ്മാല്യം തൊഴുതിട്ട് വന്നു. 18ാമത്തെ ദിവസം ഈ അമ്മ ആട്ടോക്കാരൻ്റെ വിളിച്ചോടിപ്പോയി. ഞാൻ ഒരു പെൺകുട്ടിയുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കാണാൻ വന്നു. ആ അമ്മയും മോളുമായിട്ടാണ് വന്നത്. അപ്പോൾ അമ്മയും മോളും എന്ന് പറയില്ല, കണ്ട 2 പേരും ഇളയത് മൂത്തതെന്ന് തോന്നും. അപ്പോൾ ഈ അമ്മ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു, സാറേ എൻ്റെ 18 വയസ്സിൽ എൻ്റെ കല്യാണം നടന്നു, ഞാനും എൻ്റെ മോളുമായിട്ട് 19 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. മോക്കിപ്പോൾ 27 വയസ്സായി, അച്ഛൻ ഗൾഫിലാണ്, മൊത്തം എൻ്റെ തലയിലാണ്, എവിടെ ഒരു കല്യാണം നടക്കില്ല. ഞാൻ പെട്ടെന്ന് ഗ്രഹനിലയും കൈയും ഒക്കെ നോക്കിയപ്പോൾ ഒരു 4 മാസത്തിനകത്ത് കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ 31 വയസ്സായിട്ടേ കല്യാണം നടക്കുകയുള്ളൂ. 4 വർഷം പിന്നെ വിവാഹത്തിന് അനുകൂലമായ ഗ്രഹങ്ങളല്ല. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, അപ്പം അടുത്ത ക്ഷേത്രം തിരുവനന്തപുരത്ത് ഏറ്റവും ശക്തി ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം. ഭഗവാന്റെ അടുത്ത് 18 ദിവസം പോയി കൂവളമാല സ്വയംവരാർച്ചന നടത്തി 18 ദിവസവും പോയി വ്രതശുദ്ധിയോടുകൂടി 18 ദിവസം മത്സ്യമാംസാദികളെ കഴിക്കാതെ ശുദ്ധവൃത്തിയായിട്ട് പോയി ഭഗവാന് ദീപാരാധന തൊഴാൻ പറഞ്ഞു. അങ്ങനെ വളരെ അമ്മയും മോളുമായിട്ട് സമ്മതിച്ചു. മോള് പറഞ്ഞുകൊണ്ട് പോവേണം, എനിക്കിപ്പോൾ പോകാൻ പറ്റുന്ന സമയമൊക്കെയാണ് അമ്മ എന്നൊക്കെ പറഞ്ഞ് 2 പേരും കൂടി വളരെ സന്തോഷത്തോടുകൂടി പോയി. പിന്നെ നമ്മൾ കാണില്ല. പിന്നെ അതിൻ്റെ ബാക്കിൽ സംഭവിച്ചൊരു കാര്യം, ഒരു ദിവസം ഈ കുട്ടി അമ്പലത്തിൽ പോയി. അപ്പോൾ അവൾ ടെക്നോ വർക്കിൽ ജോലി ചെയ്യുന്നതാണ്, വണ്ടിയുണ്ട്, ഡ്രൈവിങ് അറിയാം. അമ്മയും മോളുമായിട്ട് പോയി. മോക്കെ ഡ്രൈവിങ് അറിയാമോ? അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. അമ്മ ഇത് കേട്ട മാത്രമേ എൻ്റെ പിള്ളേരെ കല്യാണം ഇനി ഒരുപാട് ഡിലേ ആവാതിരിക്കാൻ വേണ്ടി ബാക്കിയുള്ള 17 ദിവസവും അമ്മ ഒരു ഓട്ടോ വിളിച്ച് ക്ഷേത്രത്തിൽ പോയി ഭഗവാന് കൂവളമാലയും സ്വയംവര അർച്ചനയും നടത്തി നിർമ്മാല്യം തൊഴുതിട്ട് വന്നു. 18ാമത്തെ ദിവസം ഈ അമ്മ ആട്ടോക്കാരൻ്റെ വിളിച്ചോടിപ്പോയി. കുറേ ദിവസം കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞിട്ടുണ്ട് ഈ കുട്ടി ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് പറയാണ്, സാറേ അമ്മ പോയി. അയ്യോ ഞങ്ങോട്ട് എന്ത് സംഭവിച്ചു, ആക്സിഡൻറ്റ് വല്ലതുമാണ്? ഞാൻ വിചാരിച്ച അമ്മ പോയെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നല്ല ഹെൽത്തി ആയിട്ടിരുന്ന ഒരാൾ ഇങ്ങനെ അപ്പോഴാണ് സംഭവം പറയണേ. എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൂജ ചെയ്യുന്നിടത്ത് ഇന്ന് എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ഒരു തെറ്റാണ് ഈ മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടി പൂജ ചെയ്യാൻ നടക്കേണ്ടത്. ഇത് ഫലിക്കില്ല. പിള്ളേരൊട്ട് പോകത്തില്ല, അവരനുസരിക്കത്തില്ല, അവർ ഒരു നൂല് പോലും കെട്ടില്ല, ഒരു കുറി പിടിക്കത്തില്ല, അവർ കൊണ്ടുവരണ ഒരു പ്രസാദവും തൊടുവില്ല. അമ്മയും അച്ഛനും പോയി പൂജ ചെയ്തിട്ട് വരിക. ഈ പൂജ കൊണ്ട് ഫലിക്കില്ല. അച്ഛനും അമ്മയും ആഹാരം കഴിച്ച് മോന് വിശപ്പ് മാറുമെങ്കിൽ ഓക്കെ, ഈ പൂജ ചെയ്യണതിൻ്റെ ഫലം വരും. അമ്മയും അച്ഛനും മോന് വേണ്ടി മരുന്ന് കഴിച്ച് അച്ഛനും അമ്മയും മോൻ്റെ അസുഖം അച്ഛനും അമ്മയും മാറ്റാൻ പറ്റുമെങ്കിൽ ഓക്കെ, അച്ഛനും അമ്മയ്ക്കും പറ്റും. അങ്ങനെ ഒരിക്കലും ഇന്ന് ഞാൻ പറഞ്ഞ പൂജാതി കർമ്മങ്ങളിൽ വരുന്ന ഏറ്റവും വലിയ ഒരു ഫാൾട്ടാണ്. ഇന്ന് ആളുകൾ വരണതിനേക്കാൾ കൂടുതൽ വരുന്നത് മക്കൾക്ക് വേണ്ടി അച്ഛനും അമ്മയും. ഫലിക്കില്ലെന്നല്ല, 2-3 സാഹചര്യങ്ങളിലേ ഫലിക്കുള്ളൂ. ഒന്ന്, മോൻ ദൈവവിശ്വാസിയാണ്, പക്ഷെ മോൻ സ്ഥലത്തില്ല, അവൻ അന്യ സ്ഥലത്തിരിക്കുകയാണ്, പക്ഷെ അവന് ദൈവത്തെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മോന് കഷ്ടകാല സമയമാണ്, അമ്മ പോയി പ്രാർത്ഥിക്കുന്നു. അന്നത്തെ ദിവസം മോൻ വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കുന്നു ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്ന പൂജയുടെ ഫലം സ്വീകരിക്കാൻ, എങ്കിൽ അവന് ഫലം കിട്ടും. ഇതൊന്നുമില്ല, ആർക്കും ഇതുമല്ല. ഇപ്പോൾ ഗുളിക രൂപത്തിൽ കിട്ടണം. ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ തന്നെ ഈ ചാനൽ ഇപ്പം ഇത് കണ്ടിട്ട് വന്നിട്ട് ജയനാരായൺജി ഇപ്പം ഫ്യൂച്ചറോളജി എല്ലാം ഒരു ജോത്സ്യൻ്റെ കൂടെ പഠിക്കാൻ പറ്റുമെന്ന് വളരെ എളുപ്പമല്ലേ. അപ്പം ജയനാരായൺജി എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം. എന്നെ ഇടയ്ക്ക് ഒരു MD ഡോക്ടർ വിളിച്ചിരുന്നു. ഞാൻ മെഡിക്കൽ ഫാർമസിയിൽ റിസർച്ച് ചെയ്ത ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, രോഗം നേരത്തെ കണ്ടുപിടിക്കാനും നമുക്ക് രോഗം കയ്യിലൂടെ കണ്ടുപിടിക്കും. എന്ത് രോഗം വരാൻ പോയാലും നേരത്തെ അറിയാം. മരണം മാത്രമല്ല, രോഗം നേരത്തെ ഡയഗ്നോസ് ചെയ്യും. അതിനൊരു ഉദാഹരണം അതിൻ്റെ ഇടയിൽ കൂടെ കാര്യം പറയണം. എന്നെ കാണാനായിട്ട് റഷ്യ നിന്ന് കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ്
ഒരു 4-5 പേര് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഒരു ലേഡിയുടെ ഭാര്യയും ഭർത്താവുമായിട്ടിരിക്കും. ലേഡിയുടെ കൈ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെ യൂട്രസ് റിമൂവ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പെട്ടെന്നങ്ങ് വയലൻ്റായി, ചാടി ഒഴിച്ച് ഭർത്താവിൻ്റെ ചുവട്ടത്ത് ഒറ്റയാടി. നീ എന്തിനും അവരോട് പറഞ്ഞു കൊടുത്തെന്ന്. ഇത് എനിക്ക് നിനക്ക് മാത്രം അറിയാമെന്നുള്ളൊരു കാര്യം. ഭർത്താവ് 3 മാസമേ ആയുള്ളൂ ഭാര്യയുടെ യൂട്രസ് റിമൂവ് ചെയ്തിട്ട്. അത് ഞങ്ങൾ രണ്ടോട് പോയി ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് റഷ്യ നടന്ന സംഭവം നീ ഇവിടെ വന്നതുകൊണ്ട് എങ്ങനെ പറഞ്ഞു കൊടുത്തു? അപ്പോൾ അത്രയ്ക്ക് നമുക്ക് നേരത്തെ നമ്മളെ കയ്യിലെ ദൈവം നമ്മളെ അറിയിക്കാതെ, അതാണ് ഞാൻ തള്ളിയിലെടുത്തിൻ്റെ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഓരോ കാര്യങ്ങൾക്കും നമ്മളെ അറിയിക്കാതെ ഒരു കാര്യം നടക്കത്തില്ല. അപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു. അപ്പോൾ എന്ത് കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ പ്രതിവിധിയിൽ വരുമ്പോൾ ഇതാണ് പ്രതിവിധി ഫലിക്കാത്തതിൻ്റെ ഒരു കാര്യം. പിന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോൺ കെട്ടിയിടുക. സ്റ്റോണിൻ്റെ റേഡിയേഷൻ അവന് കിട്ടും, അതെന്തായാലും കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് ഈ ക്ഷേത്ര പരിഹാരങ്ങളെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ അമ്പലങ്ങൾക്കുള്ള പ്രത്യേകത എല്ലാവരും വയ്ക്കും, നമുക്ക് യാഗദൈവ വിശ്വാസികളാണ്, ഒരു ദൈവമല്ലേ ഉള്ളൂ, അപ്പോൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയാൽ പോരി, ഒരു ദൈവത്തെ വിളിച്ചാൽ മതിയല്ലോ, എല്ലാം ശരിയാണ്. ദൈവം ഒന്നേ ഉള്ളൂ. മെഡിക്കൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? മരുന്ന് കട. അവിടെ ഒരു മരുന്നല്ല ഇരിക്കുന്നത്, ഒരുപാട് മരുന്നുകളുണ്ട്. ഓരോ രോഗത്തിന് ഓരോ മരുന്ന്, ഓരോ രോഗത്തിന് ഓരോ മരുന്ന്. അതുപോലെ ഓരോ സ്ഥലത്ത് ഓരോ അമ്പലത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഗണപതിയിലടുത്ത് ചെയ്യേണ്ട പൂജ വേറെ അടുത്ത് ചെയ്താൽ പറ്റില്ല, ഗണപതിക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെയ്യേണ്ട പൂജ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മഹാദേവൻ്റെ അടുത്ത് പോയി ചെയ്യേണ്ട പൂജ മഹാദേവനെ ചെയ്യുള്ളൂ. അല്ല വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് ഭഗവാന് പാൽപ്പായസം തുളസിമാല അർച്ചനയൊക്കെ ചെയ്യേണ്ടടുത്ത് ഇത് വേറെ അടുത്തുകൊണ്ട് ദേവിയുടെ അടുത്ത് പോയി ചെയ്താൽ പറ്റില്ല. ഇതിനെല്ലാം പ്രാധാന്യമുണ്ട്. നമ്മളിൽ വന്ന ഓരോ രോഗം, ശരീരത്തിലെ ഓരോ രോഗത്തിനും ഓരോ മരുന്നാണ്. ഇവന് ബാധിച്ചിരിക്കുന്നത് എന്താണ്? ഈ പറയുന്നവരൊക്കെ അറിഞ്ഞൂടാ. ഇന്ന രോഗത്തിന് വേണ്ടി ഞാൻ സ്ഥിരം ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം, ഈ രോഗത്തിനും കൂടി ആ മരുന്ന് മതി എന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊണ്ട് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്കപ്പോൾ എന്ത് രോഗം, അതിന് വേണ്ടിയിട്ടാണ് ഓരോ ദേവിയുടെ അടുത്തായാലും ദേവൻ്റെ അടുത്തായാലും നമ്മൾ ഓരോ ഇടത്തേക്ക് പറഞ്ഞു വിടണേ. അപ്പോൾ ഈ പറഞ്ഞു വിടുന്നതിൽ ആളുകൾ ഞാനൊരു ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഗുരുവിൻ്റെ പരിചരണയിലാണ്. അസുഖത്തിന് ശരിക്ക് പറഞ്ഞാൽ ചികിത്സിക്കണമെന്നാണ്. ഞാൻ വളരെ ദൈവവിശ്വാസിയാണ്. ശരിക്ക് 201 ചണ്ഡിക ഹോമം ചെയ്തവനാണ്. മൂകാംബിക ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല. ഇനി ആരെങ്കിലും അമ്മ പോസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. 201 ചണ്ഡിക ഹോമം ചെയ്ത് കഴിഞ്ഞു. ഇനി 202ാമത്തെ ചെയ്യാൻ പോവുകയാണ് മൂകാംബികയിൽ. 201 മാസം മുടങ്ങിയിട്ടില്ല, എല്ലാ മാസവും. അപ്പോൾ ചണ്ഡികയ്ക്ക് 201 ചണ്ഡിക ഹോമം ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ ആ പൂജ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. ആ പൂജ നമ്മൾ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഓരോ സ്ഥലത്തിന് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് ഓരോ ദേവനുണ്ട്. ഞാൻ ഇന്ന് എന്നെ കൺസൾട്ട് ചെയ്യാൻ 60% ക്രിസ്ത്യൻസും മുസ്ലിംസുമാണ്, 40% ഹിന്ദുക്കളുള്ളൂ. എന്തിനങ്ങനെ അത്രയും കൂടുതൽ ആൾ എൻ്റെ വേണമെന്ന് വെച്ചാൽ ഈ മറ്റവരൊക്കെല്ലാം ജാതകം എന്തെങ്കിലും വേണം, എനിക്കൊന്നും വേണ്ട, 2 കൈയും കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എൻ്റെ സാറേ എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടോ? ഞാൻ പറഞ്ഞു നിങ്ങൾ ദയവ് ചെയ്ത് കൈ മറന്നു പോകട്ടെ, വേറെ ജാതകമോ മറ്റേ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റെല്ലാം കുഴപ്പമില്ല, നിങ്ങൾ കൈ നിർബന്ധമായിട്ട് കൊണ്ടുവരണം. ഇത് നോക്കപ്പോൾ അതുകൊണ്ടാണ് 60% ആൾക്കാരും ഇപ്പോൾ ദുബായിൽ എല്ലാ മാസവും 10 ദിവസം ദുബായിലാണ്. അപ്പോൾ ദുബായിലായാലും ഏറ്റവും കൂടുതൽ വരുന്നത് ക്രിസ്ത്യൻസ് മുസ്ലിമാണ്. കാരണം എനിക്ക് അവരെ കൈ മാത്രം മതി, അവരെ തലയിലെടുത്ത് എന്തെന്ന് നോക്കിയിട്ട് നമുക്ക്. അപ്പോൾ ആ പ്രതിവിധികൾ ഞാൻ ഈ അമ്പലങ്ങളിലെല്ലാം പരിഹാരം ചെയ്താലും പരിഹാരങ്ങളെല്ലാം മതസ്ഥർക്കും ഫലിക്കാറുണ്ട്. അപ്പോൾ ദൈവത്തിന് മതവും ജാതിയും ഇല്ലെന്നാണ്, നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന് ഉദാഹരണമാണ് പറഞ്ഞത്. ഇവരൊക്കെ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന പരിഹാരങ്ങൾ ഫലിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പൂജാതി കർമ്മങ്ങളിൽ ആ പൂജാവിധികളിൽ വരുന്നതാണ് നമ്മൾ ചിലപ്പോൾ ജന്മനാ വരുന്ന ചില ദോഷം. ഒന്ന് അഗ്നിമാരുതി യോഗം, അതുപോലെ കാളസർപ്പദോഷം, ഇങ്ങനെ വരുന്ന ചില ദോഷങ്ങൾ, ചില ശാപദോഷങ്ങൾ പിന്തുടരും. ഇതിനെ കൊച്ചിലെ മാറ്റിയില്ലെങ്കിൽ ഇത് വലിയ പാട് ചെയ്യും. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിച്ചാൽ അന്നേരം ജാതകം എഴുതി വയ്ക്കാൻ പറഞ്ഞത്. ശരിക്കും വരാഹമിഹിരൻ്റെ കഥ അറിയാമായിരിക്കുമല്ലോ. വരാഹമിഹിരൻ്റെ കഥ എഴുതിയ ഒരു രാജാവിന് മക്കളില്ലാതെ ഒരു പുത്രൻ ജനിച്ചു. അപ്പോൾ രാജ കൊട്ടാരം ജ്യോത്സ്യനെ തൊട്ട് ആ രാജ്യത്തുള്ള എല്ലാ ജ്യോത്സ്യന്മാരെയും രാജാവ് വരുത്തിയിട്ട് എല്ലാവർക്കും ഡേറ്റ് ഓഫ് ബർത്ത് ടൈം കൊടുത്തു. എൻ്റെ മോന് ജാതകം എഴുതി കൊണ്ടുവരണം. അതും ഒരു കട്ട് ഓഫ് ടൈം കൊടുത്തു. 1 മാസത്തിനുള്ളിൽ ജാതകം കൊണ്ടുവന്ന് രാജസദസ്സിൽ വായിക്കണം. അങ്ങനെ ഓരോരുത്തരും കൊണ്ടുവന്ന് പെട്ടെന്ന് എഴുതി കൊണ്ടുവന്നവരുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് രാജാവിന് മാത്രമല്ല, രാജാവിൻ്റെ പ്രീതി കിഴിപ്പണം കിട്ടും. അങ്ങനെ എല്ലാവരും പൈസ വാങ്ങി. അവസാനം ഒരാൾ മാത്രം ജാതകം കൊണ്ടുവന്നില്ല.
അപ്പോൾ എന്ത് ചെയ്തു, എല്ലാവരും കൊണ്ടുവന്നോ എന്ന് മന്ത്രിയോട് ചോദിച്ചാൽ പറഞ്ഞില്ല, ഒരാൾ വന്നില്ല, അത് രാജ്യദ്രോഹമാണ്. ഉടനെ തന്നെ പറഞ്ഞിട്ട് അയാളെ കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ ജാതകമൊക്കെ എഴുതി വെച്ചു, രാജാവിൻ്റെ മുമ്പ് വന്ന് വായിക്കാനുള്ള ധൈര്യമില്ല. അങ്ങനെ ഇദ്ദേഹത്തെ പൊക്കി നേരെ കൊണ്ടുവന്ന് നിർത്തി. എന്താണ് ഇയാൾ ജാതകം എടുത്തത്? അത് അങ്ങയുടെ പുത്രൻ്റെ ജാതകം വായിക്കാനുള്ള ധൈര്യം, എന്തായാലും വായിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങയുടെ പുത്രൻ 12ാമത്തെ വയസ്സിൽ വരാഹത്താൽ മരണപ്പെടും. ഇത് കേട്ട മാത്രമേ രാജാവ് ക്ഷുഭിതനായി. കാരണം ഇത്രയും ആളുകൾ പറഞ്ഞു അടുത്ത രാജ്യം കൂടി കീഴടക്കുമെന്നും ചക്രവർത്തിയാവും പറഞ്ഞിങ്ങ് വലിച്ച് നല്ല പൈസ വാങ്ങിച്ചുകൊണ്ട് പോയിക്കാണ്. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം ക്ഷുഭിതനായി. ഈ രാജ്യദ്രോഹിയെ കൊണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ഭടന്മാർ വന്ന് ഇയാളെ തള്ളിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ജ്യോതിഷം സത്യമാണ്, അങ്ങ് ഒരു കാര്യം ചെയ്യണം, ഇതിനുള്ള പ്രതിവിധി ചെയ്യുക. ഇത് കേൾക്കാൻ മഹാരാജാവ് തയ്യാറായില്ല. ഈ 12 വയസ്സ് തികയുന്നതിൻ്റെ അന്ന് കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ രാജ്യദ്രോഹിയെ തൂക്കിലേറ്റാൻ പറഞ്ഞു, വിധിച്ചു. ഇദ്ദേഹത്തിനെ ജയിലിൽ കൊണ്ടിട്ടു. കുഞ്ഞിന് 12 വയസ്സായി. വയസ്സിങ്ങനെ ഓരോ പീരീഡ് കഴിഞ്ഞ് പോകുന്നതനുസരിച്ച് 12ാമത്തെ വയസ്സ് തികയുന്നതിൻ്റെ അന്ന് നല്ല ബന്ധോസാക്കി. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കുഞ്ഞ് സുഖമായിട്ട് നിദ്രയിൽ കിടക്കുന്ന സമയത്ത് അതിശക്തമായ കൊടുങ്കാറ്റും മഴയും, ആരും പ്രതീക്ഷിക്കാതെ വരാഹത്തിൻ്റെ തല ഉണ്ടാക്കി ചെവിരിൽ കടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഇളവി നേരെ വന്ന് നെഞ്ചിക്കൊണ്ട് മരണപ്പെട്ടു. കുഞ്ഞ് മരിച്ചതിനേക്കാൾ വേദന ഇത് പറഞ്ഞ ഇത്രയും അറിവുള്ള ഒരു ജ്യോതിഷിയെ കൊണ്ട് കാരാഗ്രഹത്തിലിട്ടതാണ് മഹാപാവമായിട്ട് കണ്ട് രാജാവ് കൊണ്ടുവന്ന് മാപ്പ് അപേക്ഷിച്ചിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന് അന്ന് ഇട്ട് വരണം വരാഹമികരൻ എന്ന പേരും കൊടുത്ത് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ദശാധ്യായി. 10 അധ്യായങ്ങളായിട്ട് ഇത് എഴുതി. ഞാനിത് പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പറയുമ്പോഴും അതിനെ നിഷേധഭാവത്തിൽ തള്ളിക്കളയാതെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിച്ച് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. എല്ലാവരും വിമർശിക്കുന്ന നല്ലതാണ്, പക്ഷേ അനുഭവങ്ങൾ വരുമ്പോഴേ ഓരോരുത്തർ ഈ അനുഭവം ഇല്ലാത്തവരാണ് വിമർശിക്കുന്നത്. അപ്പോൾ അനുഭവത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ജ്യോതിഷി ആരോ ആയിക്കോട്ടെ, അവരൊരു പറയുമ്പോൾ ഒരു ജ്യോതിഷനെ കൂടി കാണുക, ഒരു ക്ലിയർ ചെയ്യാൻ വേണ്ടി കാണുക, പരിഹാരങ്ങൾ ചെയ്യണം. പരിഹാരം ചെയ്ത് ദൈവീയ പരിഹാരങ്ങൾ ചെയ്ത് കൊണ്ടുപോയാൽ ഒരു പരിധി വരെ അത് എൻ്റെ ജീവിത ചരിത്രം തന്നെ ആ ഒരു ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്.